ഏറെ നാളുകളായിട്ട് ശശി തരൂർ പ്രധാനമന്ത്രിയെ വേണ്ട തരത്തിൽ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. അതുതന്നെയാണ് കോൺഗ്രസ്സുകാർക്ക് സഹിക്കാനും പറ്റാത്തത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ശശി തരൂരിനെ പുകഴ്ത്തുകയാണ്. അതായത് ശശി തരൂരിൻ്റെ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സിൽ പങ്കുവച്ചിരിക്കുകയാണ്. ശശി തരൂര് ഹിന്ദു ദിനപത്രത്തിന് എഴുതിയ ലേഖനമാണത് ഇത്തരത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഭീകരവാദത്തിനെതിരായ ഭാരതത്തിൻ്റെ നിലപാടറിയിക്കാൻ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച സർവകക്ഷി പ്രതിനിധി സംഘങ്ങളിൽ ഒരു സംഘത്തെ നയിച്ചത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന ശശി തരൂർ. സർവകക്ഷി പ്രതിനിധി സംഘത്തിൻ്റെ സന്ദർശനം നയതന്ത്ര വിജയത്തിന് എത്രത്തോളം അഭികാമ്യമായെന്ന് ശശി തരൂർ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. വിവിധ രാഷ്ട്രത്തലവന്മാരുമായുള്ള നരേന്ദ്രമോദിക്കുള്ള ബന്ധം, പ്രധാനമന്ത്രിയുടെ ഊർജ്ജസ്വലവും ചലനാത്മകവുമായ നടപടികൾ രാജ്യത്തിന് എത്രത്തോളം മുതൽക്കൂട്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങളും തരൂർ ലേഖനത്തിൽ പറയുന്നുണ്ട്. പോരെ, കോൺഗ്രസിനെ ചൊടിപ്പിക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? അതായത് വിവിധ രാഷ്ട്രത്തലവന്മാരുമായുള്ള മോദിയുടെ ബന്ധം, അതുതന്നെയാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയെ ചൊടിപ്പിക്കുന്നത്. അത്രയും നരേന്ദ്രമോദി ലോകത്ത് നടക്കുന്ന ഏത് സംഭവ വികാസങ്ങൾക്കും എന്ത് മറുപടിയാണ് പറയുന്നത് എന്നോർത്ത് ലോകം കാത്തിരിക്കുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പോലും നരേന്ദ്രമോദി എന്ത് പറയുന്നു, അതുപോലെ തന്നെ ഇറാൻ ഇസ്രയേൽ വിഷയത്തിലും നരേന്ദ്രമോദി എന്താണ് അഭിപ്രായം പറയുന്നത്, യുദ്ധ ഒത്തുതീർപ്പിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മോദിയുടെ ഇടപെടൽ, ഇതൊക്കെ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ശശി തരൂർ എടുത്തു പറഞ്ഞിരുന്നത് ലേഖനത്തിൽ. അത് കോൺഗ്രസ്സുകാരെ ചൊടിപ്പിക്കത്തില്ലേ? ഈ ശശി തരൂരിൻ്റെ പ്രസ്ഥാനം കോൺഗ്രസ്, ആ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിട്ട് നടക്കുന്ന പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി പറയുന്നത് നരേന്ദ്രമോദി നമ്മുടെ ഭാരതത്തിനെ തകർക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഭാരതത്തിനെതിരായിട്ട് നിൽക്കുന്നവരുമായി കൂട്ടുചേർന്നാണ് രാഹുൽ ഗാന്ധിയുടെ പോക്ക്. അങ്ങനെയുള്ള അവസരത്തിലാണ് കോൺഗ്രസ് പ്രസ്ഥാനത്ത് നിന്ന് തരൂര് പോയി ഇത്തരത്തിലുള്ള വർത്തമാനം പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഊർജ്ജസ്വലവും ചലനാത്മകവുമായ നടപടികൾ, ഇതൊക്കെ അവരെ ഹരകൊള്ളിക്കുകയല്ല, ഒരുതരം ഹാലിളക്കുന്ന കാര്യമാണ്. ഊർജ്ജസ്വലവും പ്രധാനമന്ത്രിയുടെ ഊർജ്ജസ്വലതയാണ് പലരെയും അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. ചലനാത്മകവുമായ നടപടികൾ, എന്ത് കാര്യത്തിലും അതിൻ്റെതായ രീതിയിൽ പെട്ടെന്നുള്ള നടപടി ക്രമങ്ങളിലേക്ക് കടക്കുന്നു. ഇതൊക്കെ കോൺഗ്രസ്സുകാർക്ക് സഹിക്കാൻ പറ്റും. കുറേ നാളുകളായിട്ട് ശശി തരൂര് കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് ഒട്ടും നടപടിയെടുക്കാനും കഴിയുന്നില്ല. കോൺഗ്രസിന് തരൂരിനെ പുറത്താക്കാൻ കഴിയുന്നില്ല. തരൂര് വേണമെങ്കിൽ ഇറങ്ങിപ്പോക്കോട്ടെ. തരൂരോ എന്നെ പുറത്താക്കൂ എന്നുള്ള മട്ടിലാണ് പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നെ പുറത്താക്കൂ എന്നാണ് പറയുന്നത്. കോൺഗ്രസ്സുകാർ അത് ചെയ്യുന്നുമില്ല. നമ്മുടെ ഏതോ ഒരു മലയാള സിനിമയിൽ ജഗതി ശ്രീകുമാർ നടുറോഡിൽ കിടന്നുകൊണ്ട് പോലീസുകാരോട് പറയുന്നില്ലേ, എന്നെ അറസ്റ്റ് ചെയ്യൂ, എന്നെ ലോക്കപ്പിലിടൂ എന്ന് പറയുന്നത് പോലെയാണ് തരൂർ എന്നെ പുറത്താക്കൂ എന്ന് പറയുന്നു. കോൺഗ്രസ്സുകാരൊട്ട് കേൾക്കുന്നുമില്ല. ആ തരത്തിലായി തീർന്നിരിക്കുകയാണ് കാര്യങ്ങൾ. അതായത് പിന്നീട് നിലമ്പൂരിൽ തന്നെ അങ്ങോട്ടേക്ക് പ്രസംഗിക്കാൻ വിളിച്ചില്ല, ഒരു മിസ്ഡ് കോൾ പോലും തന്നില്ല. ഉണ്ണിത്താൻ തിരികെ ചോദിക്കുന്നു, അതിനവിടെ സംബന്ധ വീടൊന്നും അല്ലല്ലോ, ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ, പ്രസംഗിക്കാമല്ലോ എന്നുള്ള മട്ടിൽ. പക്ഷേ ഉണ്ണിത്താൻ്റെ വിലയല്ലല്ലോ തരൂരിനുള്ളത്, അത് ഉണ്ണിത്താൻ അറിയത്തില്ല. ഉണ്ണിത്താനെന്ന് മാത്രമല്ല, കോൺഗ്രസ്സുകാർക്ക് ആർക്കും തരൂർ ആരാണെന്നും തരൂരിൻ്റെ മഹത്വം എന്താണെന്നും തരൂരിൻ്റെ പ്രൊഫൈൽ എന്താണെന്നും അറിയത്തില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം തരൂരൊക്കെ പാർട്ടിക്ക് മീതെ നിൽക്കുന്ന ആളാണ്. തരൂരിന് നിങ്ങൾ ഇനി എന്ത് സ്വാതന്ത്ര്യം കൊടുത്താലും തരൂർ പറയും, ഞാൻ നിങ്ങൾ തരുന്ന സ്വാതന്ത്ര്യത്തിനപ്പുറത്തുള്ള സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും? തരൂർ പലപ്പോഴും കോൺഗ്രസിനകത്തൊരു തിരുത്തൽ ശക്തി തന്നെയാണ്. അങ്ങനെ ഒരു തിരുത്തൽ ശക്തിയെ കോൺഗ്രസിനകത്ത് വേണ്ട എന്നുള്ള മട്ടിലാണ് രാഹുൽ ഗാന്ധിയും മറ്റും നിൽക്കുന്നത്.
കോൺഗ്രസ്സുകാർക്ക് പലപ്പോഴും തെറ്റിയിട്ടുണ്ട്. തരൂരിനെ വേണ്ട തരത്തിൽ ഉപയോഗിക്കാൻ കഴിയാതെ പോയി. തരൂര് തന്നെ ഒരിക്കൽ പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ വേണ്ട തരത്തിൽ ഉപയോഗിക്കൂ, എൻ്റെ കഴിവുകളെ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് പോകും. ശരിയാണ്, തരൂരിനെ വേണ്ട തരത്തിൽ ഉപയോഗിക്കുന്നില്ല. തരൂരിൻ്റെ വഴികളിലൂടെ പോവുകയാണ്. ഇത് ഇവർക്ക് വലിയ ദോഷമാണ് ഉണ്ടാക്കി വെക്കുന്നത്. അത് കോൺഗ്രസ് പാർട്ടിക്ക് അതിശക്തമായിട്ടുള്ള ആയിരിക്കും ഏൽപ്പിക്കാൻ പോകുന്നത്. 2009 മുതൽ 2024 വരെ തരൂരാണല്ലോ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തെ കോൺഗ്രസിന് വേണ്ടി നിലനിർത്തി കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ തരൂർ മാറിക്കൊടുക്കട്ടെ, കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ഈ മണ്ഡലം പോകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം തൊട്ടു പിന്നാലെ BJP നിൽക്കുകയാണ്. പിന്നെ തരൂരായതുകൊണ്ട് മാത്രമാണ് ഇവിടം ജയിച്ചു പോയത്. അല്ലാതെ കോൺഗ്രസിൽ നിന്നുള്ള പരമ്പരാഗതമായിട്ടുള്ള കോൺഗ്രസ്സുകാരെ കൊണ്ടുവന്ന് ഈ മണ്ഡലത്തിൽ നിർത്തിയാൽ യാതൊരു തരത്തിലും ഗതി പിടിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ 2024 തെരഞ്ഞെടുപ്പിന് വളരെ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങുന്നത്. അങ്ങനെ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, തോറ്റാലും ജയിച്ചാലും എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്. രാജീവ് ചന്ദ്രശേഖർ തോറ്റു കഴിഞ്ഞാലും ഇവിടെ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ തിരുവനന്തപുരത്തെ രക്ഷപ്പെടുത്താനായിട്ട് വേണ്ട തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ തനിക്ക് കഴിയുമെന്നാണ് തരൂർ അവകാശപ്പെടുന്നത്, രാജീവ് ചന്ദ്രശേഖർ അവകാശപ്പെടുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയണോ, അതിൻ്റെതായ രീതിയിൽ വീണ്ടും ഉയരും. അപ്പോൾ തരൂരിന് തൊട്ടു പിന്നാലെ രാജീവ് ചന്ദ്രശേഖറും കൂടി നിൽക്കുകയാണ്. ഇനി ഇത് മാറിക്കൊടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്കിത് നഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ഒരുപക്ഷെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഏതു തരത്തിലായിരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. BJP ഇവിടെ കുറിക്കാൻ പോകുന്ന മുന്നേറ്റം, നിലമ്പൂരിലെ അവർക്ക് വലിയ തകർച്ച ഉണ്ടായി എന്നുള്ളതൊന്നും കണക്ക് കൂട്ടണ്ട. കാരണം നിലമ്പൂരൊന്നും ഒരു സേഫായിട്ടുള്ള ഇടമേ അല്ല. അത് കോൺഗ്രസ്സുകാരുടെ മണ്ഡലമാണ്. ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വിജയിക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ ശശി തരൂരിൻ്റെ ലേഖനം പങ്കുവെച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന് നേതൃത്വത്തിനൊട്ടും അംഗീകരിക്കാൻ കഴിയത്തില്ല. അത് അത്തരത്തിലാണ് ആ കാര്യങ്ങളിലേക്ക് പോകുന്നത്. മുമ്പൊരിക്കൽ NK പ്രേമചന്ദ്രനെ നരേന്ദ്രമോദി നേരിട്ട് കാണാൻ വിളിച്ചു. അത് കഴിഞ്ഞ ശേഷം അവർ പാർലമെന്റ് ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കുന്നു. അത് പിന്നെ NK പ്രേമചന്ദ്രൻ ഒരു ഘടകകക്ഷി മാത്രമാണ് RSPയിലെ, അതുകൊണ്ട് മാത്രം അവർ ഇടപെട്ടില്ല. പക്ഷേ NK പ്രേമചന്ദ്രൻ അന്ന് പ്രധാനമന്ത്രിയെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ ഉടനെ എന്താണ് ഇവിടുത്തെ CPM ലോബികളും CPMന്റെ മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞു നടന്നത്? NK പ്രേമചന്ദ്രനെ BJPയിലേക്ക് എടുക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞു നടന്നത്. എന്താ സംഭവിച്ചത്? പ്രേമചന്ദ്രൻ അതുപോലെ തന്നെ ഇപ്പോഴും പോകുന്നു. ഏത് പാർട്ടിയിലൂടെയാണോ തിരഞ്ഞെടുക്കപ്പെട്ടു വന്നത് ആ പാർട്ടിയുമായിട്ട് മുമ്പോട്ട് പോകുന്നു. അദ്ദേഹം ഒറ്റയാൾ പോരാട്ടത്തിൽ നിൽക്കുകയാണ്. തരൂരും ഇപ്പൊ കോൺഗ്രസിനകത്താണെങ്കിലും കോൺഗ്രസിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് തരൂർ. ആ ഒറ്റയാൻ ചിലപ്പോൾ എന്തും പ്രവർത്തിക്കും, കാണിക്കും എന്നുള്ളതും ഉറപ്പാണ്.